ഹായ്, നമുക്കിന്ന് ഹൈദരാബാദി ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി കണ്ടാലോ. ഫസ്റ്റ് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, മല്ലിയില, പുതിനയില, 2 സവാള വറുത്തത് പൊടിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈരും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ചിക്കൻ നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കാം. അതിലേക്ക് ഉപ്പും കുറച്ച് സ്പൈസസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. ചോറ് നല്ലോണം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ചിക്കന് ഒരു കടായിലിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി കുക്കായിക്കോളും. ഇനി കുക്കായ ചിക്കൻ നമുക്ക് ദമ്മിടുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ച് റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കളറ് വരാൻ വേണ്ടിയിട്ട് സാഫ്രൺ പാലിൽ കലക്കി അതുകൂടെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത ഓണിയനും മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു അരമണിക്കൂർ മൂടി തന്നെ വയ്ക്കാം. എന്നാലേ അതിൻ്റെ ഫ്ലേവർ നല്ലോണം പിടിക്കുള്ളൂ. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.